അപ്പൊ പേര് ലീനു. നിങ്ങളും ഒരു സിവിൽ എഞ്ചിനീയർ ആണോ എങ്കിൽ ഇന്ത്യയിലോ വിദേശത്തോ കോർ ഫീൽഡിൽ തന്നെ ഉയർന്ന സാലറിയുള്ള ഒരു ജോലി നേടാൻ ഉടൻ തന്നെ എൻട്രി ആപ്പിന്റെ ക്വാണ്ടിറ്റി സർവേയിങ് ബാച്ചിൽ ജോയിൻ ചെയ്യൂ. 15 ദിവസമായിട്ടുള്ളൂ. പിന്നെ LCG ഓട്ടത്തിൽ ഫിനാലെ ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഫിനാലെ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലേക്കാണ്. കേരളത്തിൽ ഓൾ കേരള റൈഡ് ഞാൻ മുന്നേ ചെയ്തായിരുന്നു. വീട്ടിൽ പോയില്ലേ? വീട്ടിലുണ്ട്. ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഈ ഓട്ടം തന്നെ. ഈ സാധനമൊക്കെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത്. അല്ല, ഈ ഇറങ്ങിയിട്ട് അതാണ് സംഭവിച്ചത്. ഇങ്ങനെ വന്നതിന്റെ കാരണം വെച്ചാൽ ഞാൻ സെക്കൻഡ് വീക്ക് ആരടുത്തും പറഞ്ഞില്ല. എനിക്കാണെങ്കിൽ ഈ സംഭവം ആദ്യമായതുകൊണ്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ആരടുത്തും മിണ്ടരുത്. അപ്പൊ ഞാൻ മിണ്ടോ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു കുറച്ച് പേര് വിളിച്ചിട്ട്. ഞാൻ ഒന്നും പറഞ്ഞില്ല, തോളായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ്. എങ്ങനെ കാണുന്നു? അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വിഷമമായി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരുന്നു. പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, അവർക്ക് എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇനി ബാക്കി സിജോപ്രോ വന്നിട്ട് എന്തായാലും കാണാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു. നിഷാനയുടെ ഒരു കാഴ്ചപ്പാടിൽ ആരൊക്കെ ആയിരിക്കും ടോപ്പ് 3 ആവുക? ടോപ്പ് 3 ഞാനതൊന്ന് വീഡിയോ ചെയ്തായിരുന്നു. നമ്മുടെ ജിൻഡപ്പൻ, നമ്മുടെ ജാസ്മിൻ ആൻഡ് അർജുൻ. അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു. അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഒന്ന് കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഗെയിം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം നിങ്ങൾ തന്നെ നോക്കി കാണാൻ പറ്റും. ശ്രീതു, ഋഷി ഇവരൊക്കെ വേറൊരു കാറ്റഗറിയിലുള്ള നിൽക്കുന്ന ആൾക്കാരാണ്. ആൻഡ് നമ്മുടെ ജിൻഡപ്പൻ വേറൊരു കാറ്റഗറിയിൽ നിൽക്കുന്നതാണ്. ജാസ്മിൻ വേറൊരു രീതിയിൽ, അർജുൻ വേറൊരു രീതിയിൽ. ഒരാൾ അടി ഉണ്ടാക്കും, ഒരാൾ അടി ഉണ്ടാക്കുന്നില്ല. സോ ആര് ഗെയിം കളിച്ചിട്ടാണ് ഇതിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിജോയുടെ സിസ്റ്റർ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഞാൻ പറയാതെ ചെയ്തതാണ്, പറഞ്ഞിട്ട് ചെയ്തതാണ്. അത് ഇപ്പം അതിനകത്ത് എന്തെങ്കിലും റിഗ്രറ്റ് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു റിഗ്രറ്റ് ഞാനങ്ങനെ 20 വോട്ട് കഴിഞ്ഞാൽ മൈൻഡ് പറഞ്ഞ ആളൊന്നും എനിക്ക് അങ്ങനത്തെ സീനൊന്നും. ഞാൻ കണ്ടു, ഞാൻ എടുത്തു, ഞാൻ പോയി. എനിക്ക് ചിലപ്പോൾ ആയിരിക്കും 20 കേട്ടപ്പോൾ കണ്ണ് മൈൻഡ് അടിച്ചു പോയി. ഈ ബിഗ് ബോസ് ഒരു 20 ലക്ഷം വരെ പോയി കുറച്ചും കൂടി നീണ്ടു നിന്നേനെ. അപ്പോൾ അതിനൊരു തടയിടുന്ന പോലെ ആയില്ലേ സൈഡ് ഒരു കണ്ടന്റിന് തടയിടും. നമുക്കവിടെ റൂൾസിൽ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഇന്ന കണ്ടന്റ് തടയിടണം, ഇന്ന കണ്ടന്റ് അപ്പം ചെയ്യാൻ പാടില്ല. പണി ബോക്സ് തുറന്ന് വെച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് എടുക്കാൻ പാടില്ല ഒന്നുമില്ലല്ലോ. അതൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ വില്ല് പോലെയാണ്. അയാൾക്ക് താല്പര്യം പോലെ അയാൾക്ക് എടുത്തിട്ട് പോലെ. ഇപ്പോൾ 20 ലാക്സിൻ്റെ കാര്യം ഇപ്പോഴല്ലേ ആവും. ഈ ടാസ്കോ അല്ലെങ്കിൽ കാര്യങ്ങൾ വരുമ്പോൾ ലാലേട്ടൻ CID ആയിട്ട് വരുന്ന സമയത്ത് ഇതൊരു വലിയ എമൗണ്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവരും വേണമെങ്കിൽ എന്നും കൺവിൻസ് ചെയ്യാമായിരുന്നു. അതും ചെയ്തിട്ടില്ല. കഴിഞ്ഞതിന് ശേഷം ഇറ്റ്സ് ഈസി, ലൈക്ക് 20 പോകും 30 പോകുന്നത്. ഈ അതിനുശേഷം ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം കാറിൽ കയറിയപ്പോൾ സായി ആയെന്നാണ് പറഞ്ഞത്, സീക്രട്ട് ഏജൻ്റ് ആയെന്നാണ് പറഞ്ഞത്. അപ്പോൾ സീക്രട്ട് ഏജൻറ് ഇസ് എ ഡിഫറെൻറ്റ് എൻറ്റിറ്റി. അത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞാൽ ആ വീഡിയോ ഉള്ള സീക്രട്ട് ഏജൻറ് അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ എൻ്റെ റിയൽ ലൈഫിലേക്ക് സീക്രട്ട് ഏജൻറ് കയറി വന്നതെന്ന് എൻ്റെ മെയിൻ പ്രോബ്ലം. അല്ല, ഇപ്പോൾ ഈ ഓഡിയൻസ് അപ്പോൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? ഈ സീക്രട്ട് ഏജൻ്റ് ആണോ സായി കൃഷ്ണൻ? ഏജൻറ് കണ്ടാൽ മതി ഓഡിയൻസ്. സായി കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളിപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്നു, ഞാൻ നിൽക്കുന്നു. ഇതാണ് ഞാൻ റിയൽ ആയിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് സംസാരിച്ചാലോ പറഞ്ഞാൽ ഞാൻ എങ്ങനെ നിൽക്കാൻ പറ്റും? എനിക്ക് ഇവിടെ വരുന്ന സീക്രട്ട് ഏജൻ്റായിട്ട് നിൽക്കാൻ പറ്റും. അതൊരു കോമൺ സെൻസ് അല്ലേ, അത് നോക്കിയാൽ മതി. ഓക്കെ. പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ്പ് 5 ആരൊക്കെ വരുന്നത് വെച്ചപ്പോൾ സിജോജാൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഔട്ടായപ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പറയണത് ഒരു പെങ്ങളുട്ടി അങ്ങനെ ഒരു കോംബോ കളിച്ചുകൊണ്ടാണ് ഔട്ടായതെന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മളങ്ങനെ ഒരു കോംബോ ആയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പുറത്ത് വന്നപ്പോഴാണ് എൻ്റെയും കിളിയൊക്കെ വാക്ക പറഞ്ഞത്. എന്താ വെച്ചാൽ ഒരു കോംബോ ആയിട്ട് അവർ സിജോ, നന്ദന, സായി എന്നൊരു കോംബോ, അഭിഷേക് അതിൻ്റെ ഇടയിൽ കയറി വന്നു. അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു കോംബോ ഒക്കെ ഇവിടെ സൃഷ്ടിച്ച് കഴിഞ്ഞു. നമ്മളതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇതല്ല, നമുക്ക് എന്തായാലും കണക്ഷൻ ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന ആൾക്കാരാണ്, നമുക്ക് പുറത്തൊന്നും ആരുമായിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരായിട്ട് നമുക്ക് അറ്റാച്ച്മെൻറ്റ് കൂടും. തുറന്ന് പറയാനായിട്ട് ഇപ്പോൾ സായി ചേട്ടനോടായാലും സിജോനോടായാലും സംസാരിക്കും. അതൊരു കോംബോ ആയിട്ട് ആൾക്കാരെടുത്തു, അത് സന്തോഷം. എടുത്ത് നമ്മളെ പൊങ്കാലിട്ടല്ലോ, വളരെ സന്തോഷം.
ഇവിടെ ഉണ്ട് അവിടെ എങ്ങനെ നിൽക്കാനാ ഈ എന്തോ നമസ്കാരം ബ്രോ ഞാൻ പുറത്തിറങ്ങാം എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ? ഞാൻ പുറത്തിറങ്ങാം അവിടെ ഇടിയായിരിക്കും. ഞാൻ പുറത്തിറങ്ങാം ഞാൻ നിൽക്കാം ഞാൻ പോവില്ല ഓക്കെ ഒന്ന് ഗ്യാപ്പ് കുഴപ്പമില്ല. കുറച്ച് ബ്രോ എല്ലാവർക്കും കിട്ടുമോ? ഞാൻ പറഞ്ഞ നിങ്ങൾ ബാക്കിൽ നിൽക്കാം കുറച്ച് ബാക്കിലോട്ട് ഒരു മിനിറ്റ് നിങ്ങൾ ബൈറ്റ് തന്നിട്ടേ പോത്തുള്ളൂ. സംസാരിക്കും ഓക്കെ ബ്രോ. ആർക്കും ഞാൻ ഹാപ്പിയാണ്. 90 ദിവസം നിൽക്കാൻ പറ്റിയെന്നുള്ള വലിയ കാര്യമാണല്ലോ. കാരണം ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോകുക, ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ ഈ സീസണിലേക്ക് ഏറ്റവും ആദ്യമായിട്ട് ട്രൈ ചെയ്തു. എനിക്ക് ആ സീസണിൽ തന്നെ കിട്ടി. 90 ദിവസത്തോളം എനിക്ക് നിൽക്കാൻ വേണ്ടി സാധിച്ചു. അതിൽ ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ നേരത്തെ ആരും ചോദിച്ച പോലെ എവിക്ഷൻ്റെ കാര്യം, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ നിൽക്കും എന്നുള്ള കാര്യത്തിനകത്ത്. ബട്ട് നമുക്ക് ഇറങ്ങേണ്ടി വരിക എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അവിടെ കൊണ്ട് കഴിഞ്ഞു. ഞാൻ എവിക്റ്റഡ് ആണെന്ന് പറയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി ഞാൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ അത് കംപ്ലീറ്റ്ലി അങ്ങ് മറക്കുക. ബാക്കി ഇപ്പം എന്തുകൊണ്ട് പുറത്തായി, എങ്ങനെ പുറത്തായി എന്നുള്ളത് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കണം. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് തിരുത്തണം. അങ്ങനെ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് എന്താണെന്നുള്ളത് പല അഭിപ്രായങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പം തിരുത്തേണ്ടത് ഞാൻ ഉറപ്പായിട്ടും തിരുത്തും, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒരു കമ്പൈൻ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു അവിടെ പോയിട്ട് ഇപ്പം നേരത്തെ ചോദിച്ചാൽ ഒരു കോംബോ ഉണ്ടാക്കിയെടുത്തിട്ടൊന്നുമില്ല. എന്നോട് എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കര മോശമായ സമയത്ത് എൻ്റെ കൂടെ ശക്തമായിട്ട് നിന്ന, അല്ലെങ്കിൽ എനിക്ക് ഒരു 45-ാം ദിവസം ഞാൻ തിരിച്ച് കയറി ചെന്നിട്ട് 60-ാമത്തെ ദിവസം വരെയുള്ള ദിവസങ്ങളിൽ എനിക്ക് 2 ഡേയ്സ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് ഡോക്ടർ റെസ്റ്റ് തന്നത്. ബാക്കിയുള്ള എല്ലാ ദിവസവും 2 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും എനിക്ക് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. 2 ദിവസം മാത്രമേ എനിക്ക് ആക്ച്വലി വെർബലി പോലും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു ദിവസം, അത് നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, എനിക്കൊരു പെർ ഡേയിൽ 12ഓളം മെഡിസിൻസ് ഒക്കെ എനിക്ക് കഴിക്കേണ്ട സിറ്റുവേഷൻസ് എനിക്കൊരു 10 ദിവസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 12 മെഡിസിൻ വരെ കഴിക്കേണ്ട സന്ദർഭത്തിൽ എൻ്റെ കൂടെ ഇങ്ങനെ കൈത്താങ്ങായിട്ട് നിന്നിരുന്ന ആൾക്കാരാണ് നന്ദനയും സായിയും അർജുനും അവരൊക്കെ. അപ്പം എന്നെ സംബന്ധിച്ചോളം അങ്ങനെ എൻ്റെ ഒരു മോശം സമയത്ത് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അതൊരു കോംബോ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് പുറത്ത് ക്രിയേറ്റ് ആയി പെട്ടതിനോട് എനിക്കൊന്നും പറയാനില്ല. മേ ബി അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നേക്കാം. പക്ഷേ ഞാനത് കോംബോ ആയിട്ട് ഉണ്ടാക്കി എടുത്തതൊന്നുമല്ല. അതെനിക്ക് മനസ്സിൽ നിന്ന് വന്ന സൗഹൃദങ്ങളും ഇഷ്ടങ്ങളുമാണ്. അത് ജീവിതകാലത്തിൽ എപ്പോഴും അങ്ങനെ ഉണ്ടാവും, അതിൽ മാറ്റം ഉണ്ടാവില്ല. ജാസ്മിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫേവറബിൾ ആയിട്ട് ഗെയിം പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. ജാസ്മിൻ ഒരു കപ്പ് എന്ന രീതിയിൽ ഗെയിം അങ്ങനെ ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള രീതിയിലൊന്നും അല്ല. അവിടെ ഇപ്പം എന്താ പറയണ്ടേ, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും എല്ലാവർക്കും തന്നെ. മാറ്റങ്ങൾ സ്ഥിരം എപ്പോഴും ഗെയിംസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കാര്യത്തിലുണ്ടാവും. ഇപ്പം എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ കപ്പടിക്കുമെന്ന് പല സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് പ്രേക്ഷകരുടെ വോട്ട് ഏതൊരു സമയത്ത് കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു. അത് ഒരാൾക്ക് ഫേവറബിളായിട്ട് ഒരു സീസൺ മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല.
എല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അതുപോലെ ജാസ്മിനും ഡൗണും ഉണ്ടായിട്ടുണ്ട്, അപ്പും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ശ്രീധുവിന്റെ കാര്യം പറഞ്ഞാൽ ഏഷ്യാനെറ്റ് സീരിയലിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ ശ്രീധു. ഞാൻ അടുത്ത തവണ സീരിയലിൽ അഭിനയിക്കുക. ഇതിനേക്കാളും മോശമായിട്ട് ഗെയിം കളിച്ചിട്ടും അവര് അല്ല, അങ്ങനെ മോശം ഗെയിം നല്ല ഗെയിം എന്നുള്ളതില്ല. കാരണം ഓരോ ആൾക്കാരുടെ വ്യൂ പോയിന്റ് ആണ് ഗെയിം എന്ന് പറയുന്നത്. ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ നമ്മൾ 5 സീസൺസ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു കണ്ട്, ഇപ്പോൾ 6ാമത്തെ സീസണാണ് റണ്ണിംഗ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ചില ആൾക്കാരുടെ വ്യൂ പോയിന്റിൽ ഒരുപാട് ദേഷ്യപ്പെടുന്ന ആൾക്കാർ ഇഷ്ടമായിരിക്കാം, വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടമായിരിക്കാം. പല ഇഷ്ടങ്ങൾ പല രീതിയിലാണ്. നമുക്ക് ഒരിക്കലും ഒരു പ്രേക്ഷകന്റെ ഇഷ്ടത്തെ നമുക്ക് വിലയിരുത്താനോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യാനോ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ശ്രീധുവിന്റെ ഗെയിം അങ്ങനെ അല്ലെങ്കിൽ സിജോയുടെ ഗെയിം ഇങ്ങനെ അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ എല്ലാവർക്കും തന്നെ ഒരിക്കലും സിജോനെയോ അല്ലെങ്കിൽ ജാസ്മിനെയോ ജിൻഡോനെയോ അർജുനെയോ ഋഷിനെയോ അഭിഷേകിനെയോ ശ്രീധുവിന് അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും പറയാൻ. നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരങ്ങളും കാണും. അപ്പോൾ ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് വ്യത്യസ്തമാണ്. ആ വ്യൂ പോയിന്റ് വ്യത്യസ്തമാകുമ്പോഴത്തേക്കും ഒരാളുടെ ഗെയിം മോശം, ഒരാളുടെ ഗെയിം നല്ലതെന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഫൈനലിലേക്കുള്ള റീ എൻട്രി അല്ലേ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ റോക്കി ബായിക്ക് ഒരു റീ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണ് അഭിപ്രായം അതിനെപ്പറ്റി? ഇല്ല, അയാൾ റീ എൻട്രി ചെയ്യുന്നതിന് എനിക്കെന്താ കുഴപ്പം? പുള്ളി റീ എൻട്രി ചെയ്യുന്ന പുള്ളി അവിടെ കയറും, ഞാൻ റീ എൻട്രി ചെയ്യുന്ന എനിക്ക് കയറാൻ പറ്റും. എന്നിട്ട് എന്താ കുഴപ്പം? അതിനകത്ത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയണ്ടേ, എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യമല്ല. അവിടെ ഇപ്പോൾ ഇന്നാൾ വരരുത്, ഇന്നാൾ വരാൻ പാടില്ല, ഇന്നാൾ വരണമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹിക്കാനോ ഒന്നുമില്ല. അയാൾ വന്നെങ്കിൽ അയാൾ വരട്ടെ, ഞാൻ പോകും. എന്തായാലും ഞാൻ എന്തായാലും ഈ ആഴ്ച റീ എൻട്രി ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പിന്നെ ഡേറ്റ് പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ദിവസം ഞാൻ പോകും, ഫിനാലിൽ ഞാൻ പങ്കെടുക്കും, വിന്നറായിട്ടുള്ള ആൾക്ക് വേണ്ടി കൈയടിക്കും, എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമ്മളെല്ലാവരും കൂടെ സന്തോഷത്തോടെ തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ സേഫ് ഗെയിം ഒന്നല്ല ബ്രോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഓരോരുത്തരുടെ ഗെയിം വ്യത്യസ്തമായിരിക്കും. ഓരോ ആൾക്കാർ ഗെയിം കളിക്കുന്ന രീതി അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമായിരിക്കും, അവരെങ്ങനെ ഗെയിം കളിക്കുന്നു എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ സോഷ്യൽ മീഡിയയ്ക്ക് നോക്കിയപ്പോഴത്തേക്കും ഞാൻ സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മേ ബി അതിപ്പോൾ 1 മണിക്കൂറത്തെ എപ്പിസോഡാണ് ഒരു ദിവസം ഉള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അത് ഭാഗ്യമാണ്, നമ്മുടെ ലക്കാണ്, അത് ഡിപ്പെൻസ് ആണ്. നമുക്ക് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും വരണമെന്നില്ല. ചിലത് വരാം, ചിലത് വരാതിരിക്കുക. അതൊരിക്കലും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അതങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഓരോ ആൾക്കാരും ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ പുറത്ത് വന്ന ആളാണ്, ഞാൻ അവിടുത്തെ 7ാമനായിട്ട് പുറത്ത് വന്ന ആളാണ്. അതിനർത്ഥം എന്നെക്കാൾ മുന്നേ പോയ 18ഓളം ആൾക്കാർ എന്നെക്കാൾ മോശക്കാരാണെന്നല്ല, എന്നെക്കാൾ മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ആ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ പുറത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അകത്ത് നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ നല്ലതും അല്ലെങ്കിൽ സേഫ് ഗെയിം അല്ലെങ്കിൽ സൂപ്പർ ഗെയിം എന്ന് പറഞ്ഞ് തരംതിരിക്കുന്നത്. പിന്നെ നിങ്ങളോട് ചോദിക്കാം, അവിടുത്തെ ഏറ്റവും സൂപ്പർ ഗെയിമർ ആരാണ് പറയാൻ പറ്റുമോ? ഒറ്റ ഉത്തരം മാത്രം എല്ലാവർക്കും പറയാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞേ, അടുത്ത സൂപ്പർ ഗെയിമർ ആരാ? പറ, നിങ്ങൾ പറ. വേറെ ആരാ ഉണ്ട്? ജിൻഡാലാണ്ട് വേറെ ആരാ ഉള്ളേ? എന്തോ പെങ്ങളുട്ടി, എന്റെ പെങ്ങളുട്ടി, എന്റെ കണ്ണൻകുട്ടാ വരുന്നു. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെന്തായാലും വിന്നറാവും, 1ാം സ്ഥാനത്ത് വരും. അതങ്ങനെ സംഭവിക്കേണ്ട കാര്യമാണ്. അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ സേഫ് ഗെയിമെന്നോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഗെയിമെന്നോ, എന്നെ പൊളിറ്റിക്കൽ ഗെയിമർ എന്നൊക്കെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് വിളിച്ചാലും ഹാപ്പി. എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാൾ വിന്നറാവട്ടെ. എല്ലാവരും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും വിജയ ആശംസകൾ ഈ സമയത്ത് ഞാൻ പറയുകയാണ്. എന്തായാലും നമുക്ക് ഫിനാലെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ആര് വിന്നറാവുന്നുള്ളത്. അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല. കാരണം എന്നെ സംബന്ധിച്ചോളം കപ്പടിക്കേണ്ടത് സിജോ ആയിരുന്നു. സിജോ ഇപ്പോൾ പുറത്തുണ്ട്. അപ്പം ബാക്കി ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് വേറെ ആൾ കപ്പടിക്കുന്ന കാര്യം പറയാം. അങ്ങനെ എനിക്ക് എന്താ പറയണ്ടേ, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ലേ കപ്പടിക്കുക. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ വോട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആ വോട്ട് കിട്ടുന്ന ആൾ കപ്പടിക്കാം. ഞാൻ വോട്ട് ചെയ്യുന്നില്ല ബ്രോ. അതെങ്ങനെ ഞാൻ പറയും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ മോൾഷൈൻ്റെ ആളല്ല, ഏഷ്യാനെറ്റിൻ്റെ ആളല്ല, ഞാൻ മത്സരാർത്ഥിയാണ്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ആര് വിന്നറാവുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന ആളെ വിന്നറാക്കാം എന്ന രീതിയിലായിരിക്കില്ലല്ലോ ഒരിക്കലും അവിടെ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് എവിക്റ്റായി? കമ്പാരിറ്റീവ്ലി വോട്ടിൽ ഞാൻ 7ാം സ്ഥാനക്കാരനായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഞാൻ എവിക്റ്റ് ആയത്. അപ്പോൾ എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ മോശക്കാരനാണെന്നല്ല. ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള 6 ആൾക്കാർക്ക് എന്നെക്കാൾ കൂടുതൽ വോട്ട് കിട്ടി, അതുകൊണ്ട് എനിക്ക് പുറത്ത് പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്നെക്കാൾ കുറച്ചുകൂടെ മിടുക്ക് അവർക്ക് കൂടുതൽ ഉണ്ടായിരിക്കാം, അതുകൊണ്ട് അവർക്ക് കൂടുതൽ വോട്ട് കിട്ടി, അവരവിടെ നിൽക്കുന്നു. ഞാൻ പുറത്ത് പോയെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അഖിൽമാരാർ പറയുന്നത് അതിൻ്റെ അകത്തുള്ള ഗെയിം മൊത്തം ആണെന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. ഇല്ല ബ്രോ, അത് അഖിൽമാരാർ പറഞ്ഞതല്ല, അത് എന്നോട് ചോദിച്ച് ഞാൻ ഉത്തരം പറയും. മാരാടുത്ത് നമുക്ക് ചോദിക്കാം. നിങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. വരാം ബ്രോ, ഒന്ന് ഇവിടെ ഒതുങ്ങിയിട്ട് നോക്കാം. പറയണോ? അല്ല സർപ്രൈസ്
ലീക്കായി എന്റെ സർപ്രൈസ് ലീക്കായി. എന്റെ പേര് ലിനു. ഓക്കെ, ഞാൻ ഷെനാസ്. അതെ, എക്സ്ക്ലൂസീവ്. എന്താ പറയണ്ടേ? പറയണോ? പപ്പ എന്നെ കൊല്ലും. ഇത് ആരും കുട്ടിയില്ലെന്ന് പറഞ്ഞ ഭാഗമായിരുന്നു. പറയാം. എല്ലാരെങ്കിലും പറഞ്ഞ് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പൊ എന്തായാലും ഇവിടെ സീക്രട്ട് നമുക്കൊരു ഇവിടെ നമുക്കെല്ലാം പറ്റാത്തതുകൊണ്ട് അപ്പൊ പേര് ലീനു.